നമ്മളെല്ലാവരും 10 രൂപയുടെ ഒരു പ്രൊഡക്റ്റ് മേടിച്ചാലും നമ്മൾ ഗൂഗിൾ റിവ്യൂ ചെയ്യുന്ന ആൾക്കാരാണ് പലരും ഉള്ളതിപ്പോൾ. അപ്പോൾ ഗൂഗിൾ റിവ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇപ്പോൾ ഒരു എല്ലാ സാധനത്തിൻ്റെ ഒരു മാൻഡേറ്ററി ആയിട്ട് നമ്മൾ മാറ്റിയെടുത്തുകൊണ്ടിരിക്കുക. പക്ഷേ അത് വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു 10 രൂപയുടെ സാധനം അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സാധനം അല്ലാതെ നമ്മൾ അത് നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിനെപ്പറ്റി നമുക്ക് കൂടുതൽ നമുക്ക് ഉള്ള ദ്രോഹമൊന്നും അത് ചെയ്യുന്നില്ല. ഒരു പ്രൊഡക്റ്റ് മേടിച്ച് ഉപദ്രവകാരിയൊന്നും ആവുന്നില്ല. പക്ഷേ നമുക്ക് ഏറ്റവും ഉപദ്രവകാരിയായിട്ട് വരുന്നൊരു സർവീസ് ഉണ്ട് 2 പേരുടെ. ഏതൊക്കെ അറിയാമോ? ഒന്ന് വക്കീലന്മാരുടെയും ഒന്ന് ഡോക്ടറിൻ്റെയും, അല്ലയോ? ഇവർ 2 പേരും ആദ്യമേ നമ്മുടെ കയ്യിൽ നിന്ന് മേടിക്കാൻ പറ്റുന്ന പൈസകൾ മൊത്തം മേടിച്ച് കഴിഞ്ഞിട്ടാണ് ലാസ്റ്റ് കയ്യാലപ്പുറത്തെ തേങ്ങ പോലെ നമ്മുടെ ജീവനാണെങ്കിലും നിയമമാണെങ്കിലും കൊണ്ടുവെക്കുന്നത്, അല്ലയോ? അപ്പോൾ നമ്മൾ എപ്പോഴും ഒന്ന് ചിന്തിക്കണം. ഒരു റിവ്യൂ ഇവരുടെ എല്ലാം നമുക്കൊരു സർവീസിൻ്റെ ഒരു റിവ്യൂ ഉണ്ടാക്കണം. കാരണം എന്താ പറയുക, നമ്മളൊരു ഡോക്ടറെ അടുത്ത് കണ്ടു, ഇതൊക്കെ കാര്യങ്ങൾ തന്നെ ചികിത്സിക്കാൻ പോയി, എന്തൊക്കെ മരുന്ന് തന്നു, അല്ലെന്നുണ്ടെങ്കിൽ ആ ഒരു റേഞ്ചിൽ നമുക്ക് അതിൻ്റെ രോഗത്തിൻ്റെ പ്രോഗ്രസ് എന്താണ് ഇതെല്ലാം ഇട്ടിട്ട് അയാൾ ചത്തുപോയോ അതും വേണമെങ്കിൽ അതിനകത്ത് അപ്ലോഡ് ചെയ്യുക. അപ്പോൾ അപ്ലോഡ് ചെയ്ത് ഗൂഗിൾ റിവ്യൂ ചെയ്യുമ്പോഴത്തേക്ക് ഒരു 100 എണ്ണം വരുന്ന സമയത്ത് ഒരു 50 എണ്ണത്തിന് മേലോട്ടൊക്കെ ഇയാളെടുത്ത് പോകുന്ന കാര്യങ്ങൾ ഓക്കെ അല്ലെന്നുണ്ടെങ്കിൽ അവിടോട്ട് പിന്നെ പോയിരിക്കുന്നില്ല നല്ലത്. അതുപോലെ വക്കീലന്മാർ ഏറ്റവും കൂടുതൽ നമ്മൾ പൈസ മേടിച്ചിട്ട് കിടന്ന് ഉരുണ്ട് കളിക്കുന്ന ആൾക്കാരുണ്ട്. ചില പാർട്ടി ഇല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെല്ലാം അണ്ടർലൈൻ ഇട്ട പാർട്ടി വക്കീലന്മാരാണ് പലരും. അപ്പോൾ നമുക്ക് കൂടുതലും അതിനകത്ത് നിന്ന് കിട്ടുന്നത് ചിലപ്പോൾ വഞ്ചനയായിരിക്കും. അത് പല കൂട്ടിക്കൊടുപ്പായിട്ടും വരും, ഏത് രീതിയിൽ വേണമെങ്കിലും അതിനകത്ത് സംഭവിക്കും. അതെല്ലാം നമ്മൾ അതിനകത്ത് റിവ്യൂവിൽ എഴുതി കഴിഞ്ഞാൽ ഒരു ഭയങ്കര സഹായമായിരിക്കും വരുന്നത്.